ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ഫ്രീ വെബിനാർ സെഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെങ്ങനെ പഠിക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ സമയം വിനിയോഗിച്ച് എങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിഷ്ണു സാർ നമ്മുടെ കൂടെ ഉണ്ട്. സർ പ്ലീസ് നമുക്ക് തുടങ്ങാം. പിന്നീട് CBT 2 നമുക്ക് വരുമ്പോൾ മാത്സിനും റീസണിങ്ങിനും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിലബസ് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ഡിറ്റോ അതേ സിലബസ് തന്നെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ സ്റ്റേജ് 2 വരുമ്പോഴത്തേക്ക് ഡിഫിക്കൽറ്റി കുറച്ചും കൂടെ ഒന്ന് കൂടും. അപ്പൊ രണ്ടിനും ഒരേ രീതിയിൽ തന്നെ ഇരുന്ന് പഠിച്ചു പോകും. അതായത് സ്റ്റേജ് 2 ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമോ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ CBT 2 നമുക്ക് ബേസിക് ആയിട്ടുള്ള ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും മാത്സിലും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു ഞാൻ സമയം കളയുന്നില്ല. പിന്നീട് അതിനകത്ത് വരുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഏകദേശം 50 മാർക്കിനോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ തവണ 40 മാർക്കിനായിരുന്നു. ഇത്തവണ സ്റ്റേജ് 2 നിന്നും ജനറൽ അവയർനെസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. കാരണം നോട്ടിഫിക്കേഷനിൽ ഈ 3 സെക്ഷൻസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് അവർ കൊറിയണ്ട അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ എന്തെങ്കിലുമൊക്കെ അതിന്റെ കൊറിയണ്ട വിടും. അപ്പം അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആസ് ഓഫ് നൗ അതിനകത്ത് ജനറൽ അവയർനെസ് എടുത്ത് കളഞ്ഞേക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം. പുതിയ കൊറിയണ്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു ഫൈനലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ കൊറിയണ്ടം വിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ അതിനകത്ത് ബേസിക് സയൻസ്, ബേസിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഡ്രോയിങ്ങിനകത്ത് വരുന്നത് പലതരത്തിലുള്ള വ്യൂസ് ഉണ്ട്. ഓർത്തോഗണൽ വ്യൂ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വ്യൂസ്. ആ വ്യൂസിനെ കുറിച്ച് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. പലതരത്തിലുള്ള ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് സിംബോളിക് റെപ്രസെന്റേഷൻസ് നമുക്ക് വേണം. പലതരത്തിലുള്ള യൂണിറ്റ്സ്, ഫോർ എക്സാമ്പിൾ മാസിന്റെ കിലോഗ്രാം, ലൈറ്റ് ഇന്റൻസിറ്റിയുടെ കാൻഡല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വേണം. അതേപോലെ തന്നെ മെഷറിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരം ഡിവൈസുകളെ കുറിച്ച് നമുക്ക് വേണം. അതേപോലെ തന്നെ മാസ്, വെയിറ്റ്, ഡെൻസിറ്റി ഇതെന്താണെന്നുള്ള ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള മാസ്, വെയിറ്റ്, ഡെൻസിറ്റി അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ വേണം. അതിന്റെ ഇക്വേഷൻസ് നമുക്ക് വേണം. വർക്ക്, പവർ ആൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ്, അതേപോലെ വാട്ട് പവർ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ജൂൾസ് എന്താണ്, ജൂൾസും വാട്ട് പവറും തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ നമുക്ക് അവിടെ വേണം. പിന്നെ ഇലക്ട്രിക്കൽ യൂണിറ്റ് ഓഫ് പവർ, അങ്ങനെയൊക്കെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് സ്പീഡ്, വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻസ്, അതേപോലെ തന്നെ ആവറേജ് സ്പീഡ്, അതേപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റുകൾ, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ആ പ്ലസ് 1 പഠിച്ചേക്കുന്ന ആ ഒരു സാധനമില്ലേ, അതെല്ലാം നമുക്ക് അവിടെ വേണം. പിന്നീട് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ, ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽ ഏതാണ്, പിന്നീട് കെൽവിനിൽ നിന്നും സെൽഷ്യസിലേക്ക് എങ്ങനെ മാറ്റും, സെൽഷ്യസിൽ നിന്നും ഫാരൻ ഹീറ്റിംഗിലേക്ക് എങ്ങനെ മാറ്റും, ഫാരൻ ഹീറ്റിൽ നിന്നും തിരിച്ച് കെൽവിനിലേക്ക് എങ്ങനെ മാറ്റും. ഓക്കെ, അതായത് ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ അനോമലസ് എക്സ്പാൻസിവിറ്റി ഓഫ് വാട്ടർ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് നോക്കി വെച്ചേക്കണം. കാരണം അനോമലസ് എക്സ്പാൻസിവിറ്റി ഓഫ് വാട്ടർ കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. അതേപോലെ തന്നെ ട്രിപ്പിൾ പോയിന്റിനെ കുറിച്ച് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് CBT 2 അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഫാരൻ ഹീറ്റ് സ്കെയിലും അതേപോലെ തന്നെ സെൽഷ്യസ് സ്കെയിലും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, അതൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അത് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, ഫാരൻ ഹീറ്റ് സ്കെയിലും ടെമ്പറേച്ചർ സ്കെയിലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ബേസിക് ആയിട്ട് നമ്മൾ അവിടെ വരുന്ന കുറച്ച് കാൽക്കുലേഷൻസ്, ജസ്റ്റ് തിയറി മാത്രമല്ല ഈ സെക്ഷനകത്ത് നിന്ന് വരുന്നത്, നമുക്ക് എന്തും വരുന്നുണ്ട്, പ്രോബ്ലംസും ഇതിനകത്ത് നിന്നും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അവിടെ നോക്കി വെച്ചിരിക്കും. അത് ക്ലാസ്സുകളിൽ നമുക്ക് വരുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നമുക്ക് ഉപയോഗിക്കുക. അതായത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലോ അതല്ല എങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ അതിനകത്തോ നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മളവിടെ പഠിപ്പിക്കും. ഓക്കെ, സ്ട്രിക്ട്ലി ഓൺ ദാറ്റ് സിലബസ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി എന്താണ്, ഇലക്ട്രിസിറ്റിയും ചാർജും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതേപോലെ തന്നെ I = Q/T നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വോൾട്ട് കണ്ടുപിടിക്കാനുള്ള വർക്ക് ബൈ ചാർജ്, ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഓംസ് ലോ, V = I × R ഓംസ് ലോ,
അതേപോലെ തന്നെ റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ, റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള സാധനം, അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി ജി കണ്ടുപിടിക്കാനുള്ള സാധനം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ, കണ്ടക്ടൻസ് ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇങ്ങനെ ഈ ബേസിക് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, നോട്ട് ജസ്റ്റ് തിയറി, പ്രോബ്ലംസ് ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പം അതായത് ഫോർ എക്സാമ്പിൾ ഒരു കണ്ടക്ടർ തന്നിട്ട് ആ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ, ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമ്മളൊരു സപ്പോസ് ഒരു 10 വോൾട്ട് കൊടുക്കുന്നു, ഇതിനകത്തിലൂടെ ഒരു 2 ആംപ്സ് കറണ്ട് ഒഴുകുന്നു, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നു 10/2 = 5 ഓം. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് തിയറി അല്ല അവിടെ പഠിക്കുന്നത്, അവിടെ ഇത്തരത്തിലുള്ള പ്രോബ്ലമുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് ചോദിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവേഴ്സ്, ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ലിവേഴ്സ്, അതിന്റെ എക്സാമ്പിൾസ്. ലിവേഴ്സ്, സെക്കൻഡ് ഓർഡർ ലിവറിന്റെ ഒക്കെ എക്സാമ്പിൾ കഴിഞ്ഞോണ്ട് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ ചോദിച്ചിട്ടുണ്ട്, ഒരു സെഷനകത്തിൽ ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, തേർഡ് ഓർഡർ ലിവറിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലിവേഴ്സിന്റെ എക്സാമ്പിൾസ് നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഒക്കുപേഷണൽ സേഫ്റ്റി, എന്തായിരുന്നു, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബയോമുകളെ കുറിച്ച്, അതേപോലെ നിഷയെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ വരും. പിന്നീട് IT ലിറ്ററസി, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, CPU-ന്റെ ക്ലോക്ക് സൈക്കിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്, പിന്നെ അതുപോലെ തന്നെ DDR, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഫുൾ ഫോം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ബേസിക് IT ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയുമാണ് നമുക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 50 മാർക്കിനാണ് ചോദിക്കുന്നത്. അതൊരു ചെറിയ കളിയല്ല, ചുമ്മാ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് നമ്മൾ PSC എക്സാംസിനൊക്കെ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ SSC എക്സാംസിനോ റെയിൽവേയുടെ തന്നെ എന്തായിരുന്നു ഗ്രൂപ്പ് ഡിക്കോ അല്ലെങ്കിൽ NTPCക്കോ ഒക്കെ പഠിക്കുന്നത് പോലെ ചുമ്മാ കുറെ സയൻസ് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ 50 മാർക്ക് നമുക്ക് പോത്തതേ ഉള്ളൂ. കാരണം സുഖമായിട്ട് നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. 50 വാങ്ങിച്ചില്ലെങ്കിൽ ഒരു 45എങ്കിലും നമുക്ക് വിത്തൗട്ട് നെഗറ്റീവ്സ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ അത് പഠിക്കേണ്ടത് അപ് ടു ദ കോർ, അത് അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇക്വേഷൻസും പ്രോബ്ലംസും എല്ലാം കൃത്യമായിട്ട് നോക്കി പഠിച്ച് മാത്രമേ നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കവർ ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ എന്തെങ്കിലും വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പ്രോബ്ലംസ് ഉള്ളത് പ്രോബ്ലംസ് ചെയ്യണം. ബേസിക് പ്രോബ്ലംസേ ഉള്ളൂ, ജസ്റ്റ് അല്ല വലിയ റോക്കറ്റ് സയൻസ് പ്രോബ്ലംസ് ഒന്നുമില്ല, ചുമ്മാ ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ കൊണ്ടും തെറ്റിച്ചു വെക്കുന്നത് ഇവിടുന്നാണ് പലപ്പോഴും. കാരണം വെച്ചാൽ നമ്മൾ ചുമ്മാ തിയറി വായിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ വരില്ല. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പലർക്കും പറ്റിയിട്ടുള്ള അബദ്ധമാണ്. ഓക്കെ, അപ്പം അതെല്ലാം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വെച്ചത്. അപ്പൊ അത്രയുമാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് തരുന്നത്. ഇനി റിലവന്റ് ട്രേഡ്, അതായത് സെക്കൻഡ്, അതായത് പാർട്ട് ബിയുടെ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സുകൾ, നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കേബിൾ സൈസ് കാര്യങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ് എന്താണ്, ട്രാൻസ്വേഴ്സ് അല്ല ട്രാൻസ്ഫോമേഴ്സ് ആണ്, ട്രാൻസ്ഫോമേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണ്, ട്രാൻസ്ഫോമറിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ബ്രേക്കർ ഏതാണ്, ബ്രേക്കറിനകത്ത് മീഡിയം ഏതാണ്, XS6 പോലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ 3 ഫേസ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ചോദിക്കുന്നുണ്ട്, ലൈറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് അതിന്റെ ഇന്റൻസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ ഇലക്ട്രിക്കൽ സിസ്റ്റം, കറണ്ട്, വോൾട്ടേജ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പവർ ട്രാൻസ്മിഷനോട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ ഫേസ് മോട്ടറിന്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് സ്വിച്ചസ്, പലതരത്തിലുള്ള സ്വിച്ചസ്, സ്വിച്ച് ഗിയേഴ്സ്, അതേപോലെ തന്നെ പ്ലഗ്സ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള, അതായത് നമ്മുടെ ഒരു സാധാരണ ITI വിദ്യാർത്ഥി അവന്റെ ബേസിക് ആയിട്ട് അവൻ പഠിക്കുന്ന ITI ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രിക്കൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ട് ബിയിൽ നമുക്ക് ചോദിക്കുന്നത്. അതേപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ഡയമെൻഷൻസ്, ഹീറ്റിനെ കുറിച്ചുള്ളത്, ഹീറ്റ് എഞ്ചിനുകളെ കുറിച്ച്, ഹീറ്റും അതേപോലെ തന്നെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഹീറ്റ് എഞ്ചിൻസ്, ടർബോ മെഷീനറീസ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതേപോലെ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, SOM ചോദിക്കുന്നുണ്ട്. മെറ്റലർജിക്കൽ ഇതുണ്ട്. അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിങ് നമുക്ക് ചോദിക്കുന്നുണ്ട്. എനർജി ആൻഡ് മെറ്റീരിയൽസ്, എനർജി കൺസർവേഷൻ മാനേജ്മെന്റ്, അപ്ലൈഡ് മെക്കാനിക്സ്, കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് ചോദിക്കുന്നത്. ടൈപ്പ് ചെയ്യാനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, അടുത്തത് എന്താണ്, പിന്നീട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ നേരത്തെ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച്, അതായത് PNP ട്രാൻസിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡയാക്കുകളെ, ഡയാസ് അല്ല ഡയാക്കാണ്, ഡയാക്കിനെ കുറിച്ച് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഡയാക്ക്, അതേപോലെ തന്നെ ട്രയാക്ക്, അതേപോലെ തന്നെ IGBT പോലുള്ള സാധനങ്ങൾ,
ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ, IGBT, അതേപോലെ തന്നെ മോസ്ഫെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് IGBT, എന്താണ് മോസ്ഫെറ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ്സ് ഏതൊക്കെയാണ്, ട്രയാക്കുകൾ ഏതൊക്കെയാണ്, അതിന് എന്ത് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള IC-കളെ കുറിച്ച്, അതേപോലെ തന്നെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതേപോലെ തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, JK, അതേപോലെ തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ചോദിക്കും. അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ചോദിക്കാറുണ്ട്, സെമി കണ്ടക്ടർ ഫിസിക്സ് ചോദിക്കാറുണ്ട്, ഓക്കെ, റോബോട്ടിക്സ് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ഓക്കെ, സാറ്റലൈറ്റ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ പ്രോസസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാറുണ്ട്. അത്രയുമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് മിഷൻ ഡിസൈനിങ്, സിസ്റ്റം തിയറി, IC എഞ്ചിൻ, ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്, തെർമോഡൈനാമിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അത്രയുമാണ് അതിന്റെ ട്രേഡ് 2വുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത്. ഇനി അപ്പൊ അതേക്കുറിച്ച് നമുക്ക് അത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും ഓരോ ട്രേഡുകളാണ് ഉള്ളത്. അപ്പൊ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ITI ലെവലിൽ മാത്രം നമ്മൾ നോക്കിയാൽ, അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ടെക്നിക്കൽ ടോപ്പിക് ആയതുകൊണ്ട് അത് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, നിങ്ങളുടെ ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ITI ലെവലിൽ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിരുന്നുണ്ട്. ഇനി നമുക്ക് CBT 1 ആൻഡ് CBT 2 എടുക്കുമ്പോൾ നോൺ ടെക്നിക്കൽ സൈഡിന്റെ കാര്യമാണ് പറയുന്നത്. CBT 1 ആൻഡ് CBT 2 എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ ആദ്യം ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയപ്പോഴും പിന്നീട് എന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ടിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചുള്ള പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പലതിനും പല പുസ്തകങ്ങൾ വാങ്ങണമെന്ന് ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പറയുന്നതാണ്. അതിനകത്ത് മിക്ക ആൾക്കാരും അത് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്റെ ക്ലാസ്സിലെ റെഗുലർ സ്റ്റുഡൻസ് അല്ലാത്ത കുട്ടികൾക്ക് അടുത്തും കൂടെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് RRB ALP എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ മറ്റോ ഒക്കെ RRB NTPC അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്, RRB ALP അല്ലെങ്കിൽ RRB JU എന്നോ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അടങ്ങുന്ന റാങ്ക് ഫയൽ പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എന്താണ്, ദിശയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒക്കെ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മൾ കേട്ടിട്ടില്ലാത്ത പബ്ലിഷേഴ്സിന്റെ കുറെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ നിന്നാൽ ഇറ്റ് ഈസ് അട്ടർ വേസ്റ്റ് ഓഫ് മണിയാണ്. നിങ്ങളുടെ പൈസ പോകും എന്നല്ലാതെ നിങ്ങൾക്ക് ആ പുസ്തകം കൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇതിനകത്തിലെല്ലാം തന്നെ എല്ലാ പോർഷൻസും ഒരു അവിയൽ പരുവത്തിൽ തന്നേക്കും. ചിലതിനകത്തൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരിക്കും. എന്നാലും നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോന്ന് എല്ലാം കൂടെ ഉള്ള ഒറ്റ ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമായിരിക്കും അതിനകത്തുള്ളത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു സാധനങ്ങളും അതിനകത്ത് കാണില്ല. ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഓരോ ടോപ്പിക്കുകളും, മാത്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ജനറൽ അവയർനെസ്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ജനറൽ സയൻസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ബാക്കിയുള്ളതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഓരോ ബുക്കിനും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിനും, മാത്സ് ആണെങ്കിൽ മാത്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അതേപോലെ തന്നെ റീസണിങ് ആണെങ്കിൽ റീസണിങ്ങിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കുണ്ട്, സയൻസ് ആണെങ്കിൽ സയൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. ഈ ബുക്കുകളെല്ലാം തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിനകത്ത് മാത്സിന്റെ പുസ്തകമാണ് എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മാത്സ് അതേപോലെ തന്നെ റീസണിങ്ങിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് SSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം ഈ എക്സാമിന്റെ മാത്സും റീസണിങ്ങും SSC ലെവലിലുള്ള എക്സാമാണ്. SSCയുടെ ഒരു CHSലോ അല്ലെങ്കിൽ CGL ലെവലിലോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഇതിനകത്ത് നിന്നും അല്ലെങ്കിൽ അതേ മോഡലിലുള്ള അതേ ലെവലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലെവൽ കുറച്ചും കൂടെ താഴെയാണ് നിൽക്കുന്നത്. CGLുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ്, CGLനൊക്കെ ചോദിക്കുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേയുടെ എക്സാമുകളിൽ, ടെക്നിക്കൽ ആയിക്കൊള്ളട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കൊള്ളട്ടെ, എക്സാമുകളുടെ നോൺ ടെക്നിക്കൽ പാർട്ടുകളിൽ. കാരണം ടെക്നിക്കൽ എക്സാം ആണെങ്കിലും നോൺ ടെക്നിക്കൽ പാർട്ടാണ് ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ഒരു നോൺ ടെക്നിക്കൽ പാർട്ട് അവിടെ എപ്പോഴും കമ്പൽസറി ആയിട്ട് കാണും. ആ നോൺ ടെക്നിക്കൽ പാർട്ടിൽ നമുക്ക് ചോദിക്കുന്നത് എപ്പോഴും SSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ SSC മോഡലിലുള്ള, ലെവൽ എന്ന് പറയാൻ പറ്റില്ല, മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ബെസ്റ്റ് സ്ട്രാറ്റജി, ഫോർ എക്സാമ്പിൾ ഞാൻ പഠിപ്പിക്കുന്നത് മാത്സും റീസണിങ്ങും ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയും. മാത്സിനും ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ദ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് SSCക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 97 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. 97 മുതൽ നമുക്ക്
ചോദിച്ചിട്ടുള്ള എക്സാം 97, 99, ചിലതിനകത്താണെങ്കിൽ 99, 97 99 മുതൽ 97 99 മുതൽ ഈ 2023 വരെ നടന്ന എക്സാമുകളുടെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളായിട്ടും അല്ല എങ്കിൽ നെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കിട്ടും. പ്രധാനമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണ്, അതായത് നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് വലുതായിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുവാണ്, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരംതിരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് കിരൺസിന്റെ SSC മാത്തമാറ്റിക്സ്. ഏതാണ്? കിരൺസിന്റെ SSC മാത്തമാറ്റിക്സ് ബുക്ക്. ഇതാണ് ഞാൻ ആദ്യം, അതായത് നിങ്ങളുടെ ലെവൽ ഏറ്റവും ലോവർ ലെവലിലാണ് കിടക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകം താണ്ടെ ഈ കിരൺസിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് ടൈപ്പ് വൈസ് SSC മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിനകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അതിനകത്തിലുണ്ട്. അത് ഓരോന്നും സെക്ഷൻ വൈസ് ആയിട്ട്, ഓരോന്നും ടൈപ്പ് വൈസ് ആയിട്ട്, അതായത് ഒരേ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ഒന്നിച്ചതിനകത്ത് സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം, നമ്മുടെ ഈ ഒരു പുസ്തകം കിരൺസിന്റെ SSC മാത്തമാറ്റിക്സ് പുസ്തകം വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പുസ്തകം വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ആസ് എ ബിഗിനർ നിങ്ങൾക്ക് നല്ലത്. ഇനി നിങ്ങളൊരു ബിഗിനർ അല്ല, കുറച്ച് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ SSCയുടെ കിരൺസിന്റെ ബുക്ക് വാങ്ങണമെന്നില്ല, കിരൺസിന്റെ SSCയുടെ ബുക്ക് വാങ്ങണമെന്നില്ല, വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പുസ്തകം രാകേഷ് യാദവിന്റെ പുസ്തകം. രാകേഷ് യാദവും അതേപോലെ തന്നെ കിരൺസിന്റെ പുസ്തകവും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്, അതായത് രാകേഷ് യാദവിന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്ന ഒരു മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഷോർട്ട് കട്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും രാകേഷ് യാദവിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. കുറച്ചും കൂടെ ഷോർട്ട് കട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും രാകേഷ് യാദവിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. മറ്റേ കിരൺസിന്റെ ബുക്കിൽ അത്രയ്ക്ക് അങ്ങ് ഷോർട്ട് കട്ട് ഓറിയന്റഡ് അല്ല. ഓക്കെ, ഷോർട്ട് കട്ട്സ് വലുതായിട്ട് അറിയാറില്ല, പക്ഷെ ഇതിനകത്തിൽ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് കാണാൻ പറ്റും. പക്ഷേ സെക്ഷൻ വൈസ് ആയിട്ട് അവിടെ തിരിച്ചിട്ടില്ല, ടൈപ്പ് വൈസ് ആയിട്ട് തിരിച്ചിട്ടില്ല. കാരണം എല്ലാ ഇത് പാർട്സും ഒരു അവിയൽ പരുവത്തിലാണ് അതിൽ മിക്സ് ചെയ്ത് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരികയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും കാണും, പക്ഷെ എല്ലാം ഒരു അവിയൽ പരുവത്തിലായിരിക്കും കാണുന്നത്. അപ്പം SSC മാത്സിന് നിങ്ങൾക്ക് രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒന്ന് എന്താണ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ്, അതായത് ഷോർട്ട് കട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷോർട്ട് കട്ടുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ, അതായത് നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ ഈ പുസ്തകം വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഷോർട്ട് കട്ടിന്റെ ബുക്ക്. പക്ഷെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് എങ്കിൽ, അതായത് മാത്സിന്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബേസ് ഉള്ള ഒരാളാണ് എങ്കിൽ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ലെവലില് ബേസ് ഉള്ള ഒരാളാണ് എങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഒരു ലെവൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഈ ഒരു പുസ്തകം, അതായത് ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലെവൽ കൂടിയ പിള്ളേർക്ക്, അതായത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ അതിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫർദർ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദോസ് പീപ്പിൾ. ബേസിക് ബിഗിനേഴ്സിനെ ഒരിക്കലും ഞാൻ ഇത് പ്രിഫർ ചെയ്യത്തില്ല. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ SSC മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള പുസ്തകം കിട്ടും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒന്നാണ് ഗഗൻ പ്രതാപിന്റെ പുസ്തകം. ഗഗൻ പ്രതാപിന്റെ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അതിനകത്ത് പുള്ളിക്കാരൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അല്ലാതെ പുള്ളിയുടെ തന്നെ ലെവലിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം ലെവൽ കൂടിയ ഒരു പുസ്തകമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് SSC CGLന്റെ ടയർ 2ന്റെ ലെവലിലൊക്കെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണുന്നത്. ഇത് അത്രയ്ക്കങ്ങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന്, കാരണം ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബേസിക് ആയിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് വലുതായിട്ട് ഈ ഒരു സാധനം ഉപകാരപ്പെടും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഗഗൻ പ്രതാപ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഗഗൻ പ്രതാപിന്റെ പുസ്തകത്തിനകത്തിലുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടൊക്കെയുള്ള അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ബേസ് ഉള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇത്. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്, കിരൺസിന്റെ പുസ്തകമാണ്. അത്യാവശ്യം ബേസ് അറിയാവുന്ന കുട്ടികളാണ് എങ്കിൽ രാകേഷ് യാദവിന്റെ പുസ്തകവും ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഗഗൻ പ്രതാപും നല്ലതാണ്, പക്ഷെ ഒരു ഹയർ ലെവലിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ മാത്രം. പിന്നീട് കുറച്ചും കൂടെ അഡ്വാൻസ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ലെവൽ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അഡ്ഡ 247 പുസ്തകമുണ്ട്. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറവാണ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറവാണ്. ഒരു സെക്ഷനകത്തിൽ നിന്ന് ഫോർ എക്സാമ്പിൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു 200 മാർക്കിനൊക്കെ കിട്ടത്തുള്ളൂ, 200 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഓരോ സെക്ഷനിൽ നിന്ന് ഒരു മാക്സിമം 200 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ.
ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് ഏകദേശം 1500 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതിൽ 200 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാക്സിമം കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷെ അതിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണ്. അഡ്ഡ 247 സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണ്, പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ലിമിറ്റഡ് ആണ്. പിന്നെ പുസ്തകത്തിനും അത്യാവശ്യം വിലയുണ്ട്. അപ്പം അത്യാവശ്യം എന്താണ് ബേസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇവരുടെ തന്നെ അഡ്ഡ 247 തന്നെ ടീം ഇപ്പൊ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകും. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഞാൻ ഇതിന്റെ 2 പുസ്തകങ്ങളും, അതായത് അഡ്വാൻസ് മാത്സും എന്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ SSC അരിത്മാറ്റിക്സിന്റെ പുസ്തകവും 2 പുസ്തകങ്ങളും എന്റെ കയ്യിലുള്ളതാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളായതുകൊണ്ട് എനിക്കിതെല്ലാം ഈ എന്താ പറയുന്നത് ആ ഒരു ലെവൽ നോക്കുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഈ 2 പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ പഠിപ്പിക്കാനാണെങ്കിലും ഞാൻ പഠിക്കുന്നതിനകത്താണെങ്കിലും SSC CGL വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നതാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഈ 2 പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുമാത്രം ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ലാസ് കിട്ടാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ബിഗിനർ ലെവലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡിപ്പെൻസ്, ഓരോരുത്തരെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ 2 ബുക്കുകൾ ഒന്ന് നോക്കി വെച്ചേക്കുക. 2 നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങളാണ്. 2 സെപ്പറേറ്റ് ആയിട്ടാണ്. അഡ്വാൻസ് മാത്സ് സെപ്പറേറ്റ് ആയിട്ടാണ്, എന്താ അരിത്മാറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ടാണ്. 2നും ഓരോ ബുക്കിനും ഏകദേശം 300-350 രൂപയെങ്ങാണ്ടാണ് വിലയെന്ന് തോന്നുന്നു. എനിക്കത് കിട്ടിയതല്ലാതൊരു വഴിയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, അല്ലാതെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയ പുസ്തകമാണ്. അപ്പോ ഇതിന്റെ വിലയെങ്ങാണ്ട് ഏകദേശം തപ്പി നോക്കിയപ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 350-400 രൂപയെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ആ പുസ്തകം കിട്ടിയത് ഏകദേശം 2 കൊല്ലമായി. പക്ഷെ നല്ലൊരു ബുക്കാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് SSCയുടെ അഡ്ഡയുടെ 247 പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ റീസണിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ താണ്ടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ SSC റീസണിങ് എടുക്കാം. ഏതിന്റെയാണ്? കിരൺസിന്റെ പുസ്തകം എടുക്കാം. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. രാകേഷ് യാദവിന്റെ കിരൺസ് റീസണിങ്ങിന്റെ പുസ്തകം ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്, കാരണം ഞാൻ അങ്ങ് അന്വേഷിച്ചിട്ട് വലുതായിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പം കാണുമായിരിക്കും, നോക്കിയിട്ടും വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അഡ്ഡ 247 അതിനകത്ത് പല ലെവലുകളായിട്ടാണ്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാണില്ല, അവരുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വാങ്ങിക്കുന്നത് ഉപകാരപ്പെടും. ഓക്കെ, ഒന്നുമില്ലെങ്കിലും തയ്യൊരു പുസ്തകമെങ്കിലും വാങ്ങുക. കിരൺസിന്റെ ഒന്നുമില്ലെങ്കിലും തയ്യൊരു പുസ്തകമെങ്കിലും നിങ്ങൾ വാങ്ങുക, കുറഞ്ഞത്. ഇത് വാങ്ങിച്ചാൽ നല്ലതാണ്. കുറെ ഐഡിയാസ് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും, കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും കിട്ടും. പക്ഷെ കുറഞ്ഞത് ഇതെങ്കിലും നിങ്ങൾ വാങ്ങുക. ഇത് രണ്ടുമാണ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന. പിന്നീട് ജനറൽ സയൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. 5 മുതൽ 10 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് 2023-24 റിവൈസ്ഡ് റാഷണലൈസ്ഡ് എഡിഷൻ ഒന്നും ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറയുകയില്ല. കാരണം അതിനകത്ത് നിന്ന് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ, പല പരീക്ഷകൾക്കും കമ്പൾസറി ആയിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അതിന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ലേറ്റസ്റ്റ് ടെസ്റ്റിനകത്തും പീരിയോഡിക് ടേബിൾ ഇല്ല. അതുപോലെ തന്നെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ക്ലാസ്സുകളിലെയും പല ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ പഴയത്, ഏകദേശം ഒരു 2016-ലോ 17-ലോ ഒക്കെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിന്റെ PDF നെറ്റിൽ കിട്ടും. അത് പിന്നെയും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും വാങ്ങിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ് അതിനുള്ള ഒരു മാർഗം? അതിനുള്ളൊരു മാർഗമാണ് ദാണ്ടെ ഈ ഒരു പുസ്തകം, ഗിസ്റ്റ് ഓഫ് NCERT. ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഗിസ്റ്റ് ഓഫ് NCERT. ഞാനത് പണ്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന, അത് കഴിഞ്ഞ പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ പബ്ലിഷേഴ്സിന്റെ അകത്ത് നിന്നും. പക്ഷെ ഇതിനകത്ത് ഈ ഗിസ്റ്റ് ഓഫ് NCERT എന്ന് പറയുന്ന ഈ പുസ്തകം, ഇത് വേറെ പബ്ലിഷേഴ്സിന്റെയാണ്. ഞാൻ കുറച്ചും കൂടെ നല്ലത് സ്റ്റഡി IQ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സ്റ്റഡി IQന്റെ ഈ ഗിസ്റ്റ് ഓഫ് NCERT ഉണ്ട്. അതിന്റെ പുസ്തകത്തിന്റെ പേര് NCERT സിംപ്ലിഫൈഡ് എന്നാണ്. ആ പുസ്തകത്തിന്റെ പേര് NCERT സിംപ്ലിഫൈഡ് എന്നാണ്. ഗിസ്റ്റ് ഓഫ് NCERT എന്ന് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പുസ്തകം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യും. NCERT സിംപ്ലിഫൈഡ് എന്നാണ് അതിന്റെ. NCERT സിംപ്ലിഫൈഡ്. ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ചോദിച്ചിട്ടുള്ള സകല കാര്യങ്ങൾ ഓരോ സബ്ജക്ട് വൈസ് ആണ്. ഫിസിക്സ് സെപ്പറേറ്റ്, കെമിസ്ട്രി സെപ്പറേറ്റ്, മാത്സ്, ബയോളജി സെപ്പറേറ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആണ്. ഇനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണെങ്കിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്രയും
ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുന്ന സകല സാധനങ്ങൾ ഇതെല്ലാം ഒരു ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ് ജിസ്റ്റ് ഓഫ് NCERT എന്ന് പറയുന്ന പുസ്തകം. പല പബ്ലിഷേഴ്സിന്റെ ഉണ്ട്. കലൈഞ്ചർ എന്ന് പറയുന്ന ഒരു പബ്ലിഷർ ഉണ്ട്, പക്ഷെ അത് വാങ്ങാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇൻഫർമേഷൻസ് വളരെയധികം കുറവാണ്, അതുപോലെ തന്നെ വലിയൊരു ഉപകാരപ്പെടുത്തൂല്ല. കലൈഞ്ചർ പബ്ലിഷേഴ്സിന്റെ ഏറ്റവും നല്ലത് സ്റ്റഡി ഐക്യൂവിന്റെ പുസ്തകം തന്നെ ആയിരിക്കും, കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ജനറൽ സയൻസ് അല്ലാതെ പഠിക്കണമെങ്കിൽ ലൂസൻസിന്റെ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വില ഏകദേശം 350 രൂപയും കണ്ടാകും. പക്ഷെ ഇതും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ ഇത് ചെയ്യില്ല. കാരണം ഒന്ന്, അത്യാവശ്യം ഹയർ ലെവലിലാണ് സാധനങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. സിംപ്ലിഫൈഡ് അല്ല, NCERT ബേസ്ഡ് ആയിട്ടല്ല അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് എറേഴ്സ്, കാരണം അതിന്റെ ജനറൽ അവയർനെസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് എറേഴ്സ് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇതിനകത്ത് ഈ ലൂസൻസിന്റെ ബുക്കിന്റെ ഉപയോഗം, ജനറൽ അവയർനെസിന്റെ പുസ്തകത്തിന്റെ ഉപയോഗം ഞാൻ ഒരിക്കൽ നിർത്തിയതാണ്. കാരണം അതിനകത്ത് പല കാര്യങ്ങളും, അതായത് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ലൂസൻസിന്റെ ബുക്കിനകത്ത്. പലരും ലൂസൻസിന്റെ ബുക്ക് പറയുന്നുണ്ടെങ്കിലും ജനറൽ സയൻസ് വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ലെവൽ കൂടുതലാണേ ഉള്ളൂ. ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങ് ദഹിക്കത്തില്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ലിസ്റ്റ് ഓഫ് NCERT തന്നെയാണ് ബെറ്റർ. ജനറൽ സയൻസ് വേണമെങ്കിൽ, ലൂസൻസിന്റെ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, നിർബന്ധമില്ല. പക്ഷേ ജിസ്റ്റ് ഓഫ് NCERT അത് സ്റ്റഡി ഐക്യൂന്റെ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാതെ രണ്ടും പബ്ലിഷേഴ്സ് ഉണ്ട്. സ്റ്റഡി ഐക്യൂന്റെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആണ് സാധനം. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ അത് വാങ്ങുക. അതായത് സയൻസും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്, എല്ലാം കിടപ്പുണ്ട്. സയൻസ് NCERT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. NCERT സിംപ്ലിഫൈഡ് എന്നാണ് അതിന്റെ പേര്. ജിസ്റ്റ് ഓഫ് NCERT എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടും. ഇതിന്റെ തന്നെ ഈ ജിസ്റ്റ് ഓഫ് NCERT തന്നെ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫി, ഇതെല്ലാ സബ്ജക്ട്സും നമുക്ക് കിട്ടും. പക്ഷെ അതൊന്നും ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ നമുക്ക് 10 മാർക്കിനെ മൊത്തത്തിൽ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങിച്ച് പ്രത്യേകിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അല്ലാതെ നമുക്ക് പ്രീവിയസ് ഇയർ ഏതെങ്കിലും ഒരു നമ്മളുടെ അല്ലാതെ ഏതെങ്കിലും ഒക്കെ ജനറൽ അവയർനെസ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്ന കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങണ്ട. പക്ഷേ സയൻസിന്റെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ടയർ 1-ന് ഏകദേശം 25 മാർക്കിനും ടയർ 2-ന്, അതായത് മീൻസ് CBT 2-ന് നമുക്ക് 50 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങുന്നത് ഒരിക്കലും നഷ്ടമല്ല, വാങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം NCERT ബുക്കിനകത്ത് നിന്ന് എല്ലാം കൂടെ എത്രയും കൊല്ലത്തേയും കൂടെ കുത്തിയിരുന്ന് വായിച്ച് നോട്ട് എഴുതി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഷോർട്ട് നോട്ടീസിൽ നമുക്കത് ഒരു ഷോർട്ട് ടൈമിൽ നമുക്കത് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ബെറ്റർ നിങ്ങളൊരു പുസ്തകം വാങ്ങുക, അതാണ് ബെറ്റർ. ഇതെല്ലാം കൂടെ ഉള്ളൊരു പുസ്തകം, അതായത് NCERT ജിസ്റ്റ് ഓഫ് NCERT എന്ന പുസ്തകം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ജനറൽ അവയർനെസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കറണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് കറണ്ട് സാധാരണഗതിയിൽ 1-1.5 കൊല്ലത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കറണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയുടെ ഇയർ ബുക്കാണ്. സിവിൽ സർവീസസ് എക്സാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് മനോരമ ഇയർ ബുക്ക്. ജനറൽ അവയർനെസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഒരു ഫോർട്ട്നൈറ്റ്ലി 2 ആഴ്ചയിൽ ഒരിക്കൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രതിയോഗിതാ ദർപ്പൺ എന്ന് പറയും. ഫോർട്ട്നൈറ്റ്ലി ഞാൻ തോന്നുന്നു. ഓക്കെ, പ്രതിയോഗിതാ ദർപ്പൺ എന്ന് പറയും. നേരത്തെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പം പിന്നീട് സമയം കിട്ടാത്തപ്പോൾ കൊണ്ട് അത് ഞാൻ ഉപയോഗിച്ചില്ല. പ്രതിയോഗിതാ ദർപ്പൺ നല്ലൊരു ഇതാണ്, സിവിൽ സർവീസസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് സാധനങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്നും കിട്ടും. അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതല്ല എങ്കിൽ മറ്റൊരു എക്സാമിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് പ്രതിയോഗിതാ ദർപ്പൺ. 125 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു എഡിഷന്റെ വില. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫോർട്ട്നൈറ്റ്ലി ആണ് സാധനം. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫോർട്ട്നൈറ്റ്ലി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പണ്ടപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം പ്രതിയോഗിതാ ദർപ്പൺ എന്ന് പറയുന്ന ഒന്ന് അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. കാരണം നമുക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്നും കിട്ടും. അതായത് എന്താണ് ഒരു ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ, ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഗതിയിൽ നിന്നും നമുക്ക് കിട്ടും. അത് ബൈലിംഗലാണ്, അതായത് ഇംഗ്ലീഷിലും കിട്ടും നമുക്ക്, അതേപോലെ തന്നെ ഹിന്ദിയിലും നമുക്ക് കിട്ടുന്ന ഒന്നാണ് പ്രതിയോഗിതാ ദർപ്പൺ എന്ന് പറയുന്നത്. പിന്നീട് അത് വരുന്നത് കഴിഞ്ഞിട്ട് അഡ്ഡ 247-ന്റെ ജനറൽ അവയർനെസ് ബുക്ക്, അതിനകത്ത് നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള, അതായത് സ്റ്റാറ്റിക് ജിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നല്ലൊരു പുസ്തകമാണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അതും വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയുമാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. മനോരമ ഇയർ ബുക്ക് വാങ്ങിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് നല്ലതാണ്, ഒരുപാട് എക്സാംസുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് മനോരമയുടെ ഇയർ ബുക്ക്. മനോരമയുടെ തന്നെ വേണമെന്നില്ല, ഇന്ത്യ ഇയർ ബുക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ഇയർ ബുക്കിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള മനോരമ ഇയർ ബുക്കാണ്. പത്രക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരും, പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ബുക്ക് സ്റ്റോളുകളിലും കിട്ടുന്ന ഒരു സാധനമാണ് മനോരമ ഇയർ ബുക്ക്. പ്രതിയോഗിതാ ദർപ്പണൊക്കെ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ കൊല്ലത്തൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ, പുസ്തകങ്ങളൊക്കെ സ്ഥലമായിട്ട് വാങ്ങുന്നതൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ പ്രതിയോഗിതാ ദർപ്പണം ഒന്നും ഇപ്പൊ അങ്ങനെ അവിടെ ഇപ്പൊ എടുത്ത് വെക്കുന്നില്ല, കാണുന്നില്ല.
ഞാൻ ചോദിച്ച കടകളുടെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, വേറെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാം, അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങാം. SSCയുടെ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. SSC അഡ്ഡയുടെ ബുക്കൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കിട്ടും. എത്രയാണ് അതിന് 250 300 രൂപ അങ്ങോട്ടൊക്കെ ഉള്ളൂ, 300-350 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പൊ അതിനകത്ത് കാരണം ചില GK സാധനങ്ങളൊക്കെ മാറി വരും, അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ ഇതിന്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അത് ഡോക്ടർ ഗൗരവ് ഗാർഗിന്റെ. കാരണം അഡ്ഡയുടെ ഇത് ഞാൻ പറയാത്തത്, അതായത് എന്തായിരുന്നു ഈ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇത് ചെയ്യാത്തത്, അതെല്ലാം കൂടെ അത് അവിയൽ പരുവത്തിൽ കിടക്കുവാണ് അഡ്ഡയുടെ. അവരുടെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും, പക്ഷെ അതെല്ലാം കൂടെ അവിയൽ പരുവത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്തായിരുന്നു അഡ്ഡയുടെ വലുതായിട്ട് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. കാരണം ഞാൻ പഠിപ്പിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അഡ്ഡയുടെ ഒരു സാധനം. കാരണം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷെ നമുക്ക് SSC എക്സാമിന് ഒരു സ്ട്രക്ചറായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഗൗരവ് ഗാർഗിന്റെയാണ്. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ ഇതിനകത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗൗരവ് ഗാർഗ് എന്താണ് ഇതിന്റെ എന്താണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. ഗൗരവ് ഗാർഗിന്റെ സ്റ്റഡി ചെയ്യിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച്, എക്സാമിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമിനുള്ള ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ. അപ്പം പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാത്ത ആൾക്കാർ എത്രയും തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക, ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വെക്കുക. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കുക. ഡെയിലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേന്ന് ഒന്നും കൂടെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് വീണ്ടും 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 നമ്മളൊന്ന് എന്തായിരുന്നു റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ആരംഭിക്കും, ഓഫ്ലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺലൈൻ ബാച്ചുകളെ കുറിച്ചാണെങ്കിലും ഓഫ്ലൈൻ ബാച്ചുകളെ കുറിച്ചാണെങ്കിലും ഓഫീസിൽ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പറിനകത്ത്, നമ്മുടെ ആഡിനകത്തിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് സ്റ്റഡി എന്നതിനും ഉപരിയായിട്ട് ഒരു മെന്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു സ്ഥാപനത്തിൽ, അതായത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. കാരണം നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ വരും. കാരണം ഒരു കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒരാളില്ല എങ്കിൽ ഉഴപ്പാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, എന്നാലും ഒരു മെജോറിറ്റിയും അവർ ഉഴപ്പാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പോകും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ കാണും. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരും അവിടെ കാണും. ഒരു സെൽഫ് സ്റ്റഡിയിൽ പലപ്പോഴും ഇതൊക്കെ നമുക്ക് ലാക്ക് ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇതായിരിക്കും നമ്മൾ സെൽഫ് സ്റ്റഡി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വന്നേക്കുന്നത്. അന്ന് നല്ല രീതിയിൽ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ALP നമുക്ക് കിട്ടും. അതിനകത്തുള്ള സാലറി ഒക്കെ നല്ല അലവൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും. LP ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ 5 കൊല്ലം കൊണ്ട് നമുക്ക് സാലറി ഏകദേശം 1 ലക്ഷത്തിന് മുകളിലോട്ടൊക്കെ പോകും. പിന്നെ ഓരോ വർഷവും ഇപ്പം ഇതിന്റെ ഓരോ പേ സ്കെയിൽ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമുക്ക് മാറും. അതുകൊണ്ട് പിന്നീട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അവസരതകൾ, അതായത് LP ആയിട്ട് കയറിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഏത് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തലവേദന ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് മാറാം. അങ്ങനെയൊക്കെയുള്ള പല ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അലവൻസ് കാര്യങ്ങൾ. പിന്നീട് ഒരു റെയിൽവേ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ തരുന്ന ഒരു ഒരു സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജോബിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള എക്സാം എന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിനി എക്സാം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. മിക്കവാറും എക്സാംസ് നടക്കാൻ സാധ്യത 2024 ജനറൽ ഇലക്ഷന് ശേഷം ആയിരിക്കാനാണ് മിക്കവാറും സാധ്യത. നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, നോട്ടിഫിക്കേഷൻ വന്നു, പഠിച്ചു തുടങ്ങും. ഇതുവരായിട്ടും പഠിച്ചിട്ടില്ലാത്ത പിള്ളേരാണ് എങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് മുമ്പിൽ ഇതിനേക്കാളിലും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാം നമുക്ക് ഇനി വരാനില്ല. നല്ല രീതിയിൽ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ സാധനം നിൽക്കും. നമുക്ക് ഈ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ഡീസന്റ് ആയിട്ടൊരു ജോബ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉഴപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കുക, പ്രിപ്പയർ ചെയ്തു തുടങ്ങും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയോ, ഉപകാരപ്പെട്ടോ നിങ്ങൾക്ക്?
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, എക്സാമിനെ കുറിച്ചുള്ള പാറ്റേണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണോ? സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ, നമ്മള് അപ്ലൈ ചെയ്യുമ്പോ ഏത് റീജിയൻ വെച്ചിട്ടാ കൊടുക്കുക? നമ്മളിപ്പോ വേക്കൻസി അനുസരിച്ച് നോക്കുമ്പോ വേക്കൻസി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കിയിട്ട്, വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ കിടക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്കതിനകത്ത് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ കൃത്യമായിട്ട് ഇപ്പോഴത്തുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എന്റെ കയ്യിൽ പോയില്ല. നമുക്ക് നോക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള കാര്യം നോക്കുക. കാരണം വെച്ചാൽ ഇതിനകത്ത് പ്രീവിയസ് ഇയർ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അപ്പോയിന്റ്മെന്റ് ഇപ്പം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇത് വിളിച്ചു വെച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാരെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് ജോലി ഉറപ്പാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വേക്കൻസി വരുന്ന കാലത്തേക്ക് നമ്മൾ നോക്കുക. പിന്നെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം ഡിപ്പെൻസ് അപ്പോൺ ഓരോ വർഷത്തെയും പരീക്ഷ അനുസരിച്ചിട്ട് നമുക്ക് ഇത് മാറി വരും. നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മാറും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിയിട്ട് വെക്കാൻ നിൽക്കേണ്ട, വേക്കൻസി നോക്കിയിട്ട് അങ്ങ് വെക്കാൻ നിന്നാൽ മതി. ഓക്കെ സാർ. നോർത്ത് RRB കൊടുത്താൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്ന് കിടക്കേണ്ടി വരും. അവിടെ തന്നെ നമുക്ക് ചെന്ന് കിടക്കേണ്ടി വരും. നോർത്തിൽ തന്നെ കിടക്കേണ്ടി വരും. പിന്നീട് പെട്ടെന്ന് അങ്ങനെ ലീവ് കിട്ടുന്ന ഒരു ജോബ് അല്ല ഈ ALP എന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സൗത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നല്ല കുറച്ചും കൂടെ ഇതാണ്. ടെക്നിക്കൽ ക്വസ്റ്റ്യന് സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ITA ലെവലിലുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ നമുക്ക് കിട്ടും. നിങ്ങളുടെ ട്രേഡിനനുസരിച്ച്, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ITA ലെവലിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് മതിയാകും. അതാണ് നമുക്ക് അതിനകത്ത് വേണ്ട. CBT 2 അതായത് ഇതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ടെക്നിക്കൽ അതായത് പാർട്ട് ബി, CBT 2 പാർട്ട് ബിക്ക് നിങ്ങളുടെ ട്രേഡ് ഏതാണോ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ITA ലെവലിലുള്ള എക്സാംസിന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കുന്നതാണ് പറ്റും. വെക്ടർ ഫോർ സൗത്ത് ബാംഗ്ലൂർ കുഴപ്പമില്ല, നല്ല ഇതാണ്. സെക്കന്ദരാബാദ് വലിയ പ്രശ്നമില്ല. തിരുവനന്തപുരത്ത് പൊതുവെ വേക്കൻസികൾ കുറവാണ്. പിന്നെ ചെന്നൈ റീജിയൻസും വലിയ പ്രശ്നമില്ല. ചെന്നൈയൊക്കെ വലിയ റീജിയനാണ്. ചെന്നൈ റീജിയനൊക്കെ അത്യാവശ്യം വലിയ റീജിയനാണ്. പിന്നെ ഇതിനകത്തില് എക്സാം നടന്നു കഴിഞ്ഞ് നമുക്ക് എന്തായാലും നിയമനം നമ്മൾ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നിയമനം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ഉടനെ നമുക്ക് ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് കിട്ടത്തില്ലെങ്കിലും ആ റാങ്ക് ലിസ്റ്റ് എന്തായാലും അവിടെ കിടക്കും. നമ്മളെ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും എടുക്കും. കാരണം വെച്ചാൽ ALPക്ക് നല്ല വേക്കൻസി കിട്ടിയവന്മാരെല്ലാം ഇട്ടിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഒരിക്കലും ആ ലിസ്റ്റിനകത്ത് നിന്ന് ആരെയും എടുക്കാതിരിക്കത്തില്ല. ലിസ്റ്റ് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും എടുക്കും. ഇപ്പം ടെക്നീഷ്യൻ തന്നെ അവിടുന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും റിസർവ് ലിസ്റ്റിൽ നിന്നും ആളെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രിപ്പറേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചോ? കിട്ടുന്നവന്മാരൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പ്രഷർ ഉണ്ട്, അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റെയിൽവേസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വർക്ക് പ്രഷർ ഉണ്ട്. പക്ഷെ അത് കിട്ടുന്ന ഒരു ഇതുണ്ട്, ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിനും മറ്റും കിട്ടുന്ന ഒരു സേഫ്റ്റി ഉണ്ട്. അതായത് നമ്മുടെ മെഡിക്കൽ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കിട്ടുന്ന കുറെ സേഫ്റ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു ഇടത്തും കിട്ടാത്ത അലവൻസുകളും കാര്യങ്ങളുമാണ് റെയിൽവേസിൽ നമുക്ക് കിട്ടുന്നത്. കാരണം വെച്ചാൽ കുറച്ച് റിസ്കി ജോബ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച്? ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ? ഓക്കെ, പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ? അതായത് കുറെ ആൾക്കാരെ ഞാൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടില്ല. പുതിയ ആൾക്കാരായിരിക്കും, അതായത് ഈ വെബിനാറിന് പങ്കെടുക്കാൻ വന്ന ആൾക്കാരായിരിക്കാം. പരിചയമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് എന്റെ റെഗുലർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ട് കണ്ടിട്ടില്ല, അതായത് ഔട്ട്സൈഡേഴ്സ്, അതായത് വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എനിവേ നൈസ് ടു മീറ്റ് യു ഓൾ. എന്റെ പിള്ളേരെ പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും കാണുന്നതാണ്. അവരോട് എല്ലാ ആഴ്ചയും കിടന്ന് അവരോട് സംസാരിക്കുന്നതാണ്. അത് കൂടാതെ അല്ലാതെ കുറച്ച് പിള്ളേരെ അല്ലാതെ കണ്ടു. ഇനി ഫ്യൂച്ചറിൽ എന്റെ സ്റ്റുഡൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നല്ല കാര്യം, കണ്ടതിന് സന്തോഷം. നിങ്ങളുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചതിനും അതിലും ഏറെ സന്തോഷം. കുറച്ച് ഇതിലൊക്കെങ്കിലും സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അതും സന്തോഷം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ അത്രയും നോക്കുക. നമുക്ക് മുമ്പിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം വന്നു. വേക്കൻസികൾ ഇനിയും കൂടുമെന്നാണ് അറിഞ്ഞ വിവരങ്ങൾ. അപ്പോ വേക്കൻസികൾ കൂടട്ടെ. നമുക്ക് OBC സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ വഴി ഡിജിറ്റലാണ്. ഡിജിറ്റൽ സൈൻ ഡോക്യുമെന്റ് പറ്റൂടാ. ഡിജിറ്റൽ സൈൻ ഡോക്യുമെന്റ്, കാരണം ഇപ്പൊ എല്ലാം ഡിജിറ്റൽ സൈൻ ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അത് അവര് സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിൽ തന്നെയാണ്. പിന്നീട് പറയണം OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴത്തേക്ക് OBC NCL ആണെങ്കിലും SC ST ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം പറയണം. അപ്പൊ അത് തരേണ്ടത് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് നമുക്ക് തരേണ്ടത്.
നിങ്ങൾ EWS ആണെങ്കിലും OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും SC/ST സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾക്ക് ആയതുകൊണ്ട് തഹസിൽദാർ ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. അപ്പോ അത് പ്രത്യേക കക്ഷയിൽ പറഞ്ഞു. ഏജ് ലിമിറ്റ് പറഞ്ഞില്ലേ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെ. ഓക്കെ, അത് SC/ST ആണെങ്കിൽ +5 കിട്ടും, OBC ആണെങ്കിൽ +3. പിന്നീട് എക്സ് സർവീസ്മാൻമാരാണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വേറെ സംശയവും കാര്യങ്ങളൊന്നും ആർക്കില്ലല്ലോ. ഓക്കെ, അപ്പം എന്തായാലും പറ്റുന്നവർ എത്രയും തന്നെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുക. തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആണ് ഒരു മെന്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനിയും നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് വീണ്ടും കാണാം. അതല്ല എങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ചിലപ്പോ റെയിൽവേസിൽ ചിലപ്പോൾ നാളെ നിങ്ങൾ ALP ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കാണുന്നത്. എന്തായാലും അങ്ങനെ തന്നെ കാണട്ടെ. ALP അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ, റെയിൽവേയിൽ തന്നെ എഞ്ചിനീയേഴ്സ് ആയിട്ടോ ALP ആയിട്ടോ RPF എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള നല്ല പോസ്റ്റുകളിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ നാളെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശരി, നമുക്ക് ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ലീവ് ചെയ്തോളൂ. ഹാപ്പി ടു സീ യു ഓൾ.